ഏദൻ തോട്ടത്തിലെ മനോഹരമായ കാഴ്ചക്കിടകളിൽ മനുഷ്യന് നേരെ ദൈവം വിരൽ ചൂണ്ടിയത് ഒരു കാര്യത്തിലാണ്. ഈ തോട്ടത്തിലെ എല്ലാ മരങ്ങളിലെ ഫലങ്ങൾ ഭക്ഷിച്ചു കൊടുക്കുക, പക്ഷെ അതിന്റെ നടുക്ക് നിൽക്കുന്ന അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന്, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് നീ ഭക്ഷിക്കരുത്. അത് ഭക്ഷിക്കുന്ന നിമിഷം നീ മരിക്കും. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വരിയാണ്. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ മനുഷ്യൻ മരിക്കുമെന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മരത്തിൽ എന്തോ മാന്ത്രിക സ്പർശമുണ്ടെന്നോ അതിൽ തൊട്ടാൽ മനുഷ്യൻ പൊടുന്നനെ വീണ് മരിക്കുമെന്നോ ആയിരിക്കില്ല. മറിച്ച് എന്താണ്? ഇറ്റ് ഡസ് നോട്ട് ബിലോങ് ടു മാൻ. തിന്മകളെ കുറിച്ചുള്ള അറിവ് മനുഷ്യന് സ്വന്തമല്ല. ഏതാണ് നന്മ, ഏതാണ് തിന്മ എന്നൊക്കെ വിവേചിച്ചറിയാൻ അത് ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ഈ ലോകത്തിന്റെ, ഈ മഹാപ്രപഞ്ചത്തിന്റെ വെറും ഒരു ചെറിയ ബിന്ദുവിൽ ജീവിക്കുന്ന ഞാൻ, വെറും എൻ്റെ ഈ കൊച്ചു ശരീരത്തിലെ തലച്ചോറിന്റെ വെറും നാടിനരമ്പുകളിലൂടെ ബുദ്ധിയെക്കുറിച്ച് പറയുന്ന ഞാൻ നന്മതിന്മകളെ കുറിച്ച് അളക്കാൻ പോകും. അതെത്ര ബാലിശമായ ഒരു പ്രവൃത്തിയാണെന്ന് ബൈബിൾ സൂചിപ്പിക്കുകയാണ്. ഇത് വളരെ കൃത്യമായി ഈശോ പറഞ്ഞിട്ടുണ്ട്. ഒരു ധനവാനായ ചെറുപ്പക്കാരൻ ഓടിവന്ന് ഈശോയോട് ചോദിക്കുന്നു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ചോദ്യം നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്ന്. പക്ഷെ കൂട്ടത്തിൽ അയാൾ വെറുതെ വിളിച്ചു, നല്ലവനായ ഗുരു. ഈശോ പറഞ്ഞു, നീ എന്തിനെന്നെ നല്ലവനെന്ന് വിളിക്കുന്നു? നേരെ കയറി വിഷയത്തിലേക്ക് ഈശോ പോകുന്നില്ല. ഈശോയ്ക്ക് വിഷയമായി മാറിയത് ഈ അഭിസംബോധനയാണ്. നീ എന്തിനെന്നെ നല്ലവനായിട്ട് വിളിക്കുന്നു? ക്രിസ്തുവിനത് ദഹിക്കുന്നില്ല. ഭോജനപ്രിയനെന്നും വീഞ്ഞുകുടിയനെന്നും ഭ്രാന്തനെന്നൊക്കെ വിളിച്ചപ്പോ അതിനൊന്നും ക്രിസ്തു എതിർത്തില്ല. ഇപ്പൊ ഇതാ, നീ എന്തിന് നല്ലവനെന്ന്? നല്ലവനായി ഒരുവൻ മാത്രമേ ഉള്ളൂ, ദൈവം. ഈ നല്ലതെന്ന വിളി ക്രിസ്തു ഏറ്റെടുക്കില്ല. വേറെയും സാഹചര്യങ്ങളുണ്ട്. മറ്റൊരിടത്ത് പറയുന്നത് ഇങ്ങനെയാണ്. ഒരാൾ ചോദിക്കുന്നു, വയലിൽ കളകൾക്കൊപ്പം വിളകൾക്കൊപ്പം കളകൾ നിൽക്കുന്നു, ആ കളകൾ പറിച്ചു കളയും. ക്രിസ്തു പറഞ്ഞു, വേണ്ട, കളകൾ പറിച്ചു കളയുമ്പോൾ നിങ്ങൾ അറിയാതെ വിളകളും പറിച്ചു കളഞ്ഞേക്കാം. അടിവേരുകൾ കൂട്ടുപിണഞ്ഞ് കിടക്കുന്നുണ്ടാകാം. രണ്ടും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തുകാലത്ത് അത് ദൈവം വേർതിരിച്ചു. പക്ഷേ നമ്മൾ കർഷകനല്ലേ, കള പറിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കള പറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് നല്ലത്, ഇത് മോശം. ആരുടെയും ഹൃദയത്തിൽ നിന്ന് കാണാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ വെറുതെ ഇരുന്ന് മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കുകയാണ്. പക്ഷേ ക്രിസ്തു അത് ചെയ്തിട്ടില്ല. സകലതിന്റെയും ഉടയോട് അത് ചെയ്യുന്നില്ല. ആരും നിന്നെ വിധിച്ചില്ല, ഞാനും വിധിച്ചില്ല. ക്രിസ്തുവിന് നന്മതിന്മ വേർതിരിക്കാൻ ആഗ്രഹമില്ല. നമ്മളാകട്ടെ 24 മണിക്കൂർ ഒരുപാട് തിന്മകൾ കാണുന്നു, ഒരുപാട് നന്മകൾ പറയുന്നു. നന്മയും തിന്മയും വേർതിരിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ആ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞത്. നന്മതിന്മയുടെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ എന്ന നിമിഷം നീ മരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ സ്നേഹിക്കാൻ നീ ബാക്കി ഉണ്ടാവില്ല. മനുഷ്യരിൽ ചിലരെ നല്ലതും അവരിൽ തന്നെ ചിലത് മാത്രം നല്ലതും മറ്റു ചിലർ മോശവും എന്നൊക്കെ വേർതിരിക്കാൻ നിനക്കാവും. നിന്റെ കണ്ണിൽ തടിക്കഷ്ണം കിടക്കുമ്പോൾ നീ എങ്ങനെ നിന്റെ സഹോദരന്റെ കണ്ണിലെ കരടെടുക്കാൻ നോക്കുമ്പോൾ നിന്റെ കണ്ണിൽ തടിക്കഷ്ണം രൂപപ്പെട്ടു പോകുന്നു. കാരണം ദൈവം നിന്നെ അതിനനുവദിച്ചിട്ടില്ല. നന്മതിന്മകൾക്ക് അപ്പുറത്തുള്ള ഒരു ലോകത്തിന്റെ യഥാർത്ഥ സ്നേഹത്തിലേക്ക് മിഴി തുറക്കാനായിട്ട് ദൈവം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. നന്ദി.